നമസ്കാരം. ധനുഷ് PSC ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങൾ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ആവർത്തന ചോദ്യങ്ങളാണ്. എപ്പോഴും ആവർത്തന ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 14/2023 ആണ്. 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ 2023 മുതൽ 25 വരെയുള്ള ചോദ്യ പേപ്പറുകൾ ഓരോന്നോരോന്നായി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാം. എത്ര മാർക്ക് കിട്ടുന്നു നിങ്ങൾക്ക് നോക്കാവുന്നതുമാണ്. ടഫായ പോർഷൻസ്, ആൻസർ കിട്ടാത്ത പോർഷൻസ് സെലക്ട് ചെയ്ത് അതിൻ്റെ കണ്ടൻറ്റ് കണ്ടെത്തി വീണ്ടും വീണ്ടും പഠിക്കണം. അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ, G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 75% ഉൽപ്പാദനം. G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 75% ഉൽപ്പാദനമാണ് ലക്ഷ്യങ്ങളിൽ പെടാത്ത കാര്യങ്ങൾ. G20 രാജ്യങ്ങൾ ലക്ഷ്യങ്ങളിൽ പെടുന്നവ ബാക്കി മൂന്നെണ്ണം ഒന്ന് വായിച്ചു നോക്കാം. ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. ഇവയാണ് G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവ. അടുത്തത്, ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി, 2013 മാർച്ച് 31. 2013 മാർച്ച് 31 ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത്. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ. താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്, രണ്ടാമത്തതും നാലാമത്തതും. ബുഷ്മനും ട്വാറക്കുമാണ് ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ. ബുഷ്മനും ട്വാറക്കും. ബുഷ്മനും ട്വാറക്കും. നെക്സ്റ്റ് വൺ, ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ആൻസർ കൈലാസ് സത്യാർത്ഥി. കൈലാസ് സത്യാർത്ഥി. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കൈലാസ് സത്യാർത്ഥി. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. ആൻസർ പുറനാനൂറ്. പുറനാനൂറ്. അടുത്തത്, ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ ഏതാണ്? ആൻസർ മൂലധനം. മൂലധനം. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? ആൻസർ കിലിയൻ എംബാപ്പെ. കിലിയൻ എംബാപ്പെ. 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽ നക്ഷത്രം. 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽ നക്ഷത്രം ഏതാണ്? ഐസൺ. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? ആൻസർ പാർമ. പാർമ സർവകലാശാല. അടുത്തത്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റാണ്.
ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത്. 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത്. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത്. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? 30 ഡിഗ്രി. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം 30 ഡിഗ്രി കോണീയ അളവിലാണ്. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം ഏതാണ്? കരേവ. 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 കൃഷി അധിഷ്ഠിത വ്യവസായം. കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ആൻസർ പഞ്ചസാര വ്യവസായം. പഞ്ചസാര വ്യവസായം. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം. ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഏതാണ്? വിശാഖപട്ടണം. 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 തുറമുഖാധിഷ്ഠിതമായ ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം വിശാഖപട്ടണം. അടുത്തത്, ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഷിപ്കില ചുരം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം ഷിപ്കില ചുരം. ഷിപ്കില ചുരം. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? ആൻസർ കൽക്കരി. പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? കൽക്കരി. കൽക്കരിയാണ് പാരമ്പര്യ ഊർജ സ്രോതസ്. ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രസ്താവന 1, ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. 2, ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. 3, സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ആൻസർ 1ഉം 2ഉം ശരിയായ പ്രസ്താവനയാണ്. 1ഉം 2ഉം ശരിയായ പ്രസ്താവനയാണ്. 1ഉം 2ഉം ശരിയായ പ്രസ്താവനകൾ ആകുന്നു. നെക്സ്റ്റ് വൺ, ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊള്ളുന്നത്. 86. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊള്ളുന്നത്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹിള സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹിള സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രമാബായി. രമാബായി. ആര്യമഹിള സ്ഥാപിച്ചത് രമാബായി. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏതാണ്? തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏതാണ്? ആൻസർ അഹമ്മദാബാദ് സത്യാഗ്രഹം. അഹമ്മദാബാദ് സത്യാഗ്രഹം. അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരം. ഗാന്ധിജി കൈസറെ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് എതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്? കൈസറെ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആയിരുന്നു? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. ആൻസർ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. നെക്സ്റ്റ് വൺ, നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഗൈഡ് ലിയു. ഗൈഡ് ലിയു. ഗൈഡ് ലിയു. നാഗന്മാരുടെ റാണി ഗൈഡ് ലിയു. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണ്? ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണ്?
1922 ചൗരി ചൗര 22 രണ്ട് ചൗരി അല്ലേ 22 ചൗരി ചൗര 2 ചൗര ഒരു 2 ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണ്? 1922. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ആൻസർ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ഫസൽ അലി. ഇന്ത്യൻ താഷ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യൻ കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ആൻസർ ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് ലാഹോർ സമ്മേളനം. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിനു വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെയാണ്? 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൻ്റെ അതിനുവേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ വിനോബാ ഭാവെ. വ്യക്തി സത്യാഗ്രഹത്തിന് ആരെയാണ്? വിനോബാ ഭാവെയാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ്? അരുണ അസഫലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ്? അരുണ അസഫലി. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി സി കെ ലക്ഷ്മണൻ ആണ്. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരാണ്? സി കെ ലക്ഷ്മണൻ. കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണ്? 38,863. 38,863. 38,863 ഉണ്ടല്ലേ? 6 ഇവിടെ 3. 38,863. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ആൻസർ ആലപ്പുഴ ജില്ല. കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ടു കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്നു? ആൻസർ ആലപ്പുഴ, കോട്ടയം, എറണാകുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ടു കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. 2695 മീറ്റർ. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? 14. കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷം? കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷം? 2005. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം ഏതാണ്? ജൂൺ സെപ്റ്റംബർ. കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം? കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1994. കേരള നിയമസഭ
കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? 1994. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവിനെ കണ്ടെത്തുക. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവിനെ കണ്ടെത്തുക. ആൻസർ EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാട്. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ആൻസർ ഒറ്റപ്പാലം, പാലക്കാട് ജില്ല, ഒറ്റപ്പാലം. അടുത്തത്, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺനീച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വെൺനീച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. വെൺനീച, വൈകുണ്ഠസ്വാമികൾ. വെൺനീച ഭരണം, വൈകുണ്ഠസ്വാമികൾ. വെൺനീച ഭരണം, വൈകുണ്ഠസ്വാമികൾ. അടുത്തത്, ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? പ്രേംജി. ഋതുമതി പ്രേംജിയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? തിരുവിതാംകൂറുകാർക്കെന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? ആൻസർ മലയാളി മെമ്മോറിയൽ. ആൻസർ മലയാളി മെമ്മോറിയൽ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്കൊരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ കുമാരഗുരുദേവൻ. കുളത്തൂർ കുന്നിലേക്ക്, മാരംകുളത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് പോയതാരാണ്? കുമാരഗുരുദേവൻ. മാരംകുളം ടു കുളത്തൂർ കുന്ന്, കുമാരഗുരുദേവൻ. അടുത്തത്, സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചായിരുന്നു? സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കേളപ്പൻ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ച് ആയിരുന്നു? ആൻസർ പയ്യന്നൂർ. 2025 സ്ഥിരം ക്വസ്റ്റ്യനാണ് ഈ 2023 ചോദിച്ച ഈ ക്വസ്റ്റ്യൻ. അടുത്തത്, 1904 അധസ്ഥിതർക്കു മാത്രമായൊരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. 1904 അധസ്ഥിതർക്കു മാത്രമായൊരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? 1941 മാർച്ച് 28. കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? 1941 മാർച്ച് 28. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയതാരാണ്? കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയതാരാണ്? AK ഗോപാലൻ. പട്ടിണി ജാഥ AK ഗോപാലൻ. ഗോപാലൻ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ എന്താണ് നമുക്ക്? ആൻസർ സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? ആൻസർ മാഡം ഭിക്കാജി കാമ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യം ഉയർത്തിയ വനിത ആരാണ്? മാഡം ഭിക്കാജി കാമയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരിക്കും? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസാണ്. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ.
ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്ത ആൻസർ ഏതാണ്? ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. അപ്പോൾ ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? പൊതുമുതൽ സംരക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുക. പൊതുമുതൽ സംരക്ഷിക്കുക, പരിസ്ഥിതിയും സംസ്കാര പൈതൃകങ്ങളും സംരക്ഷിക്കുക എന്നതാണ് ഒരു ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമകളിൽ ഉൾപ്പെടുന്ന ബന്ധപ്പെട്ട കാര്യങ്ങൾ. പൊതുമുതൽ, പരിസ്ഥിതി, സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാവത്ത് ഹബീബുള്ള. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്? ആൻസർ എന്താണ്? ആനന്ദമഠം. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്? 16-ാം വകുപ്പ്. അവസര സമത്വം 16. അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണ്? അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 26 അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് 1950 ജനുവരി 26. അശോകസ്തംഭം ചിഹ്നമായി അംഗീകരിക്കുന്നത് ജനുവരി 26, 1950 ജനുവരി 26. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ആൻസർ ബംഗാളി ഭാഷ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചുവടെ കൊടുത്തിട്ടുണ്ട്. ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 4ഉം ശരിയായ പ്രസ്താവനകളാണ്. രണ്ടാമത്തെ നോക്കാം. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് മൗലിക അവകാശങ്ങൾ. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. പിന്നെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ബന്ധപ്പെട്ടത് ഏതൊക്കെയായിരുന്നു? 1. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. രണ്ടാമത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശം ആണ്. ഓക്കെ. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? കോമ്പല്ലാണ്. കോമ്പല്ല് കൊണ്ടാണ് കടിച്ചു കീറുന്നത്. ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏതാണ്? വൃക്കയാണ് പ്രധാന വിസർജന അവയവം അല്ലേ. കിഡ്നികളാണ് പ്രധാന വിസർജന അവയവമെന്ന് പറയുന്നില്ലേ. കിഡ്നി ഒരു ജോഡിയാണ് നമുക്ക് വൃക്കയിലെ കിഡ്നി ഉള്ളതില്ലേ. അവിടെ നിന്ന് എന്താണ് അരിച്ചു മാറ്റുക? മൂത്രമാണ് അരിച്ചു മാറ്റുക. നമ്മുടെ ബ്ലഡിലുള്ള അല്ലേ, ബ്ലഡിനകത്തുള്ള ബ്ലഡിലോട്ട് കയറി പോകുന്നു. അവിടെ നിന്ന് മൂത്രമായിട്ട് അരിച്ചു മാറി യൂറിനറി ബ്ലാഡറിലേക്കാണ് വന്നത് നിറയില്ലേ. പിന്നെ ഇത് മൂത്രമായിട്ടാണ് പോകും. അപ്പം വൃക്ക അരിച്ചു മാറ്റുന്ന ശരിക്കും എന്താണ്? ഏത് വേസ്റ്റിനെയാണ് മാറ്റുക? ഏത് വിസർജ്യത്തെയാണ് മാറ്റുക എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മൂത്രമാണ് നമുക്ക് അരിച്ചു മാറ്റി തരിക, യൂറിയ. അപ്പോൾ ശരീരത്തിൻ്റെ പ്രധാന വിസർജന അവയവം എന്താണ്? വൃക്കയാണ്. ഇനി അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സി ആണ് അസ്കോർബിക് അമ്ലം. അസിറ്റിക് ആസിഡ്. ജീവകം എ റെറ്റിനോൾ എന്ന് പറയും അല്ലേ. ജീവകം ഇ ടോക്കോഫെറോൾ എന്ന് പറയാറുണ്ട്. ജീവകം കെ എന്തിനാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിനാണ് ജീവകം. ജീവകം എയുടെ കുറവുണ്ടാകുന്ന അസുഖം എന്താണ്? നിശാന്തത എന്ന് പറയും. നിശാന്തത അല്ലേ. കണ്ണ് കാണാത്ത അവസ്ഥ, മങ്ങിയ വെളിച്ചത്തിൽ കണ്ണ് കാണാത്ത അവസ്ഥയാണ് നിശാന്തത എന്ന് പറയുക. ജീവകം ഇയുടെ കുറവുണ്ടാകുന്ന അസുഖം എന്താണ്? വന്ധ്യതയാണ്. കുട്ടികളുണ്ടാകാത്ത അവസ്ഥയാണെന്ത്? വന്ധ്യത എന്ന് പറയുക അല്ലേ. ജീവകം സി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് അസുഖം ഉണ്ടാവും? സ്കർവി ഉണ്ടാവും അല്ലേ. അപ്പം അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം ആരാണ്? ജീവകം സി ആണ്. കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിന് വേണ്ടി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉഷസ് എന്ന പദ്ധതി. തൊണ്ടമുള്ളിന് ഡിഫ്തീരിയയ്ക്ക് കാരണമായ രോഗാണു ഏതാണ്? ആൻസർ ബാക്ടീരിയ ആണ്.
തന്നിരിക്കുന്നവയിൽ സങ്കരയിനം പച്ചമുളക് ഏതാണ്? സങ്കരയിനം പച്ചമുളകിൻ്റെ ഒരു പേരെന്താണ്? നമുക്കറിയാം, ഉജ്ജ്വല സങ്കരയിനം പച്ചമുളകാണ്. ഉജ്ജ്വല സങ്കരയിനം പച്ചമുളകാണ്. ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? തണ്ടാണ്. ചണനാരുകൾ തണ്ട് ഭാഗത്തുനിന്ന് ലഭിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? ആൻസർ കോന്നിയാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം, കോന്നി. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മേധാ പട്കർ. മാതാവ് മേധാ പട്കറാണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മേധാ പട്കർ. ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് കൂടി എന്താ സംഭവിക്കുന്നത്? അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടും അല്ലേ? ഹരിതഗൃഹ പ്രവാഹം എന്നൊക്കെ പറയത്തില്ലേ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ ചൂട് കൂടുകയാണ് ചെയ്യുക. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് എന്താണ്? അമോണിയം ക്ലോറൈഡ്. മനുഷ്യശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? മനുഷ്യശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? ആൻസർ ഓക്സിജൻ അല്ലേ? നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ എന്തകത്തേക്ക് എടുക്കുന്നു? പിന്നെയും ഓക്സിജൻ മൂക്ക് വഴി എടുക്കുന്നില്ലേ? അപ്പോൾ അത് രണ്ടും കൂടെ കോശങ്ങളിൽ ചെന്നിട്ടാണ് ഊർജ്ജം എന്ന് പറയുന്ന ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഊർജ്ജത്തിൻ്റെ മോളിക്യൂൾ, ഊർജ്ജ കണികയാണ് ATP. അതുണ്ടാകും ഇവിടെ വെച്ചിട്ട്. കോശത്തിനകത്തുള്ള കോശം, അതിനകത്ത് മൈറ്റോകോൺട്രിയ എന്നൊരു സാധനമുണ്ട്. അതിനകത്താണ് എന്തുണ്ടാക്കുക? നമ്മൾ ഈ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക. നമ്മൾ കഴിച്ച ആഹാരം ദഹിച്ച പോഷകങ്ങളായിട്ട് മാറുന്നു ചെറിയ ചെറിയ കണികൾ. ഗ്ലൂക്കോസ് ആകുന്നു അല്ല, പ്രോട്ടീനുകൾ, അമിനോ ആസിഡ്സ് ആകുന്നു. അങ്ങനെ ചെറിയ ചെറിയ കണികൾ എല്ലാം കൂടെ പോകും രക്തം വഴി, ചെറുകുടലിലെ വില്ലസിലുള്ള അതുവഴി രക്തം വഴി നമ്മുടെ ഓരോ കോശങ്ങളിലും വന്നു ചേരുന്നു. ആ ഓരോ കോശങ്ങളിലും മൈറ്റോകോൺട്രിയ ഉണ്ട്. അവിടെ കാര്യം ചെല്ലും, നമ്മുടെ ബ്ലഡ് വഴി ഓക്സിജനും ചെല്ലുമ്പോൾ അവരെല്ലാം അടച്ച് നിർമ്മിക്കുന്നുണ്ട്, ATP അവർ നിർമ്മിക്കും. അതാണിപ്പോൾ ഈ പറഞ്ഞ കാര്യം. അതായത് മനുഷ്യശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ്, ഓക്സിജൻ പ്രവർത്തിച്ചിട്ടാണ് എന്തുണ്ടാകുക? ഊർജം എന്ന് ഉണ്ടാക്കുന്നത്. എല്ലാ പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏതാണ്? തന്മാത്രയാണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? കാൽസ്യം കാർബണേറ്റാണ്. ചുവടെ കൊടുത്തിട്ടുള്ള മൂലകങ്ങളിൽ ധാന്യത്തിലും മാംസത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ C ആണ്. ഹൈഡ്രജനും കാർബണും ഉണ്ട്. ധാന്യവും മാംസ്യവും അല്ലേ എന്ന് പറയുമ്പോൾ അതിൽ മാംസ്യം എന്ന് പറയുമ്പോൾ നൈട്രജനും കൂടി അടങ്ങിയിട്ടുണ്ട്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ കോമൺ ആയിട്ടുണ്ട്. അതിനകത്ത് മാംസം എന്ന് പറയും, പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതിൽ നൈട്രജനും കൂടെ വരും. അതുകൊണ്ട് കോമൺ ചോദിക്കുമ്പോൾ പൊതുവായി ചോദിച്ചിട്ടുള്ളതുകൊണ്ട് കാർബൺ, ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? ആൻസർ മഞ്ഞ നിറം. പച്ചയും ചുവപ്പും മഞ്ഞ. താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്കബലം ഏതാണ്? ഹർഷണബലമാണ് സമ്പർക്കബലം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധനാണ്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഏത്? വികിരണം. ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണെന്ത്? വികിരണം. അതായത് നമ്മുടെ ബൾബൊക്കെ വെച്ചിട്ട് മുട്ട വിരിയിക്കാറില്ലേ ഹാച്ചറികളിൽ, അതൊക്കെ വികിരണം എന്നാണ് പറയുക. ഡാഷ് വസ്തുവിൻ്റെ ഭാരം 0 ആൻസർ ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. 81ൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. മാത്സ് ചെയ്ത് നോക്കുക. 82ൻ്റെ ആൻസർ എന്ന് പറയുന്നത് 82 ആൻസർ ഓപ്ഷൻ C ആണ്. 83 ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. ഇതൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ കിട്ടുകയുള്ളൂ. 84ൻ്റെ ആൻസർ ഓപ്ഷൻ C. 85ൻ്റെ ആൻസർ ഓപ്ഷൻ
ബി ആണ്. 86 ആൻസർ ഓപ്ഷൻ എ ആണ്. 87ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 88ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 89ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 90ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 90ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 91 ഓപ്ഷൻ ഡി തന്നെ. 92 എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 93 എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 94 ഓപ്ഷൻ ബി ആണ്. 95 ഓപ്ഷൻ എ ആണ്. ഇത് നിങ്ങൾക്ക് കണക്ക് ചെയ്തിട്ട് ആൻസർ കറക്റ്റാണോ നോക്കാൻ വേണ്ടി മാത്രം. 96 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 97 ഓപ്ഷൻ ബി ആണ്. 98 ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് 99 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 100 അതിൻ്റെ ആൻസർ 100ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ 2023 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഫസ്റ്റ് 14 ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ക്ലാസ്സുകളും മറ്റ് കണ്ടൻറ്റ് PDF-കളുമൊക്കെ ഇടുന്നതായിരിക്കും. തുടർച്ചയായി കാണുക. ദിവസവും പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡൗട്ട് തോന്നുന്ന ഭാഗം കണ്ടൻറ്റ് എടുത്ത് വെച്ചിട്ട് വേണം എടുത്ത് വെച്ച് വിശദമായി ആ ഭാഗം പഠിക്കണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം.